തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലും DMK ഉണ്ട്. തമിഴ്നാട്ടിൽ CPM-ഉം അതുപോലെ തന്നെ DMK-യുമായി സഖ്യകക്ഷിയാണ്. അവർ പരസ്പരം ധാരണയിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മുടെ നാട്ടിലും DMK ഉണ്ട്. അത് പ്രത്യേകിച്ചും ഈ തമിഴ്നാടുമായി ബോർഡർ പങ്കിടുന്ന ഇടുക്കി, അതുപോലെ തന്നെ തിരുവനന്തപുരം, ഇങ്ങനെയുള്ള ചില ജില്ലകൾ, പാലക്കാടൊക്കെ ചെറിയ തോതിൽ DMK പ്രവർത്തകരുണ്ട്. അവർക്ക് LDF-നെ സഹായിക്കണമെന്നാണ് താല്പര്യം. ഇടുക്കിയിൽ LDF-നെ സഹായിക്കുമെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് DMK നേതാക്കൾ എത്തി പിന്തുണ അറിയിച്ചു. ആ ഒരു വാർത്തയിലേക്ക്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസിനല്ല ഇടതുപക്ഷത്തിനാണ് പിന്തുണയെന്ന് DMK സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കി. ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് പിന്തുണയുമായി ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഇടുക്കി കളക്ട്രേറ്റിലെത്തി. പാർട്ടി സംസ്ഥാന പ്രസിഡിംഗ് പ്രസിഡന്റ് മൂന്നാർ മോഹനൻ, ഇടുക്കി നോർത്ത് ജില്ലാ സെക്രട്ടറി M കനി, സൗത്ത് ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ആഷിഫ് എന്നിവരാണ് എത്തിയത്. இடுக்கி மாவட்டத்தில் திராவிட முன்னேற்ற கழகத்தின் சார்பாக CPM-உடைய வேட்பாளர் அண்ணன் ஜோய்ஸ் ஜோர்ஜ் அவர்களுக்கு திராவிட முன்னேற்ற கழகத்தின் முழு ஒத்துழைப்பையும் வழங்க தீர்மானம் எடுக்கப்பட்டுள்ளது. அதன் அடிസ്ഥാനத்தில் இடுக்கி சவுத் டிஸ்ட்ரிக்ட் செக்ரட்டரி அண்ணன் ஜனார்த்தனன் அவர்களும் நார்த் செக்ரட்டரி கனி அவர்களும் இருவரும் அவர்கள் அடியில் உட்பட்ட கமிட்டிகளின் மூலமாக முழுமையான பணி செய்து வேட்பாளர் ஜோய்ஸ் ஜோர்ஜ் அவர்களை நல்ல ஓட்டு வித்தியாசத்தில் வெற்றி பெறச் செய்ய வேண்டும் என கேட்டுக்கொண்டுள்ளோம். இதுவரை பல കമ്മിറ്റികൾ നടത്തി തീരുമാനം എടുത്ത് നിറവേറ്റപ്പെട്ടുള്ളത്. മക്കൾക്ക് നല്ല കാര്യങ്ങൾ കിട്ടുമെന്ന് ഓർത്താണ് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കി നോർത്ത് സൗത്ത് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ജോയ്സിന്റെ വിജയത്തിനായി പ്രവർത്തിക്കും. മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് ലക്ഷ്യമെന്നും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും DMK നേതാക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.